ഐക്യരാഷ്ട്ര സംഘടന സംബന്ധിച്ചുള്ള ചർച്ചയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐക്യരാഷ്ട്ര സംഘടന ശരശയ്യയിലോ എന്ന വിഷയം അവതരിപ്പിക്കുന്നത് വി ആർ അജിത് കുമാർ. ഒന്നാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്വഭാവം, സുരക്ഷാ കൗൺസിലിൻ്റെ ഏകാധിപത്യം, വീറ്റോ എന്ന കെണി എന്നീ വിഷയങ്ങളാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് സുരക്ഷാ കൗൺസിൽ അംഗത്വത്തിന് ഇന്ത്യക്ക് തടസ്സമാകുന്നത് ആര്, ഐക്യരാഷ്ട്ര സഭയുടെ ചരിത്രം, UN സെക്രട്ടറി ജനറലിൻ്റെ പങ്ക്, ചാർട്ടറിലെ പ്രധാന ആർട്ടിക്കിളുകൾ എന്നിവയാണ്. സുരക്ഷാ കൗൺസിൽ അംഗത്വത്തിന് ഇന്ത്യക്ക് തടസ്സം ചൈന. സുരക്ഷാ കൗൺസിലിൽ റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് പകരം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വരണം എന്ന് വാദിച്ചവരിൽ പ്രധാനി ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവായിരുന്നു. അതിലൊരു ശരിയുമുണ്ട്. നാടുകടത്തപ്പെട്ട ഭരണകൂടത്തിന് പകരം ചൈന ഭരിക്കുന്നവരാകണമല്ലോ ആ സ്ഥാനത്തിന് അർഹർ. 1950 ചൈനയെ ഒഴിവാക്കി ഇന്ത്യയെ സ്ഥിരാംഗമാക്കാൻ US ആഗ്രഹിച്ചിരുന്നു. അത് അവരുടെ താൽപ്പര്യമായിരുന്നു. ആ കെണിയിൽ ഇന്ത്യ വീണില്ല. ചൈനയെ മാറ്റി നിർത്തി പകരം ഇന്ത്യക്ക് അംഗത്വം വേണ്ട എന്നതായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട്. US നിർദ്ദേശത്തെ അനുകൂലിച്ചാൽ ശക്തനായ ഒരു അയൽക്കാരൻ സ്ഥിര ശത്രുവാകുമെന്നും അത് ഏഷ്യയെ അസ്ഥിരപ്പെടുത്തുമെന്നും നെഹ്റു മനസ്സിലാക്കിയിരുന്നു. 1955 സോവിയറ്റ് നേതാവ് നിക്കോളാസ് ബർഗാനിൻ ഇന്ത്യയെ 6ാമത്തെ സ്ഥിരാംഗമാക്കാൻ നിർദ്ദേശിച്ചു. പുതിയൊരു സ്ഥിരാംഗത്തെ ചേർക്കണമെങ്കിൽ UN ചാർട്ടറിൽ ഭേദഗതി വേണ്ടിവരും. അത് എളുപ്പമല്ല എന്നും നെഹ്റു മനസ്സിലാക്കിയിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിനും ഏഷ്യൻ ഐക്യദാർഢ്യത്തിനുമായിരുന്നു ആ കാലത്ത് ഇന്ത്യ മുൻഗണന നൽകിയിരുന്നത്. 1971 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ സ്ഥിരാംഗമായി അംഗീകരിക്കുന്നതുവരെ ഇന്ത്യ അതിനായി നിരന്തരം വാദിച്ചു. എന്നാൽ അതേ ചൈന തന്നെയാണ് ഇന്ത്യയുടെ സ്ഥിരാംഗമാകാനുള്ള ശ്രമത്തിന് തടസ്സം നിൽക്കുന്നത്. മറ്റ് 4 സ്ഥിരാംഗങ്ങളും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോഴും ചൈന വലിയ തോതിൽ ഇതിനെ എതിർക്കുകയാണ്. ഇപ്പോൾ സ്ഥിരാംഗമാകാൻ ശ്രമിക്കുന്ന G4 രാജ്യങ്ങളായ ഇന്ത്യയും ജപ്പാനും ജർമ്മനിയും ബ്രസീലും തികച്ചും അതിന് യോഗ്യരാണ് എന്നതാണ് സത്യം. UN ബജറ്റിലും സമാധാന പരിപാലന ദൗത്യത്തിലും ഗണ്യമായ സംഭാവന നൽകുന്ന ആധുനിക ശക്തികളെ ഉൾപ്പെടുത്തി സമിതി വികസിപ്പിക്കണമെന്ന വാദം ന്യായമാണ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും സമാധാന സേനയ്ക്ക് കൂടുതൽ അംഗങ്ങളെ നൽകുന്ന രാജ്യവും ഇന്ത്യയാണ്. UN ബജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യങ്ങളിൽ ജപ്പാനും ജർമ്മനിയും ഉൾപ്പെടുന്നു. സ്ഥിരാംഗങ്ങളില്ലാത്ത ലാറ്റിൻ അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് ബ്രസീൽ. തങ്ങൾക്ക് അംഗത്വം മാത്രമല്ല പരിഷ്കരണവും G4 മുന്നോട്ട് വയ്ക്കുന്നു. കൗൺസിൽ അംഗങ്ങളെ 15 നിന്നും 26 ആക്കുക, സ്ഥിരാംഗങ്ങളായി G4 പുറമെ പ്രബലരായ 2 ആഫ്രിക്കൻ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി 11 ആക്കുക എന്നിവയാണ് മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ. സ്ഥിരാംഗമായാലും 15 വർഷത്തേക്ക് വീറ്റോ അധികാരം വേണ്ട എന്ന നിർദ്ദേശവും G4 രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. G4 ശ്രമത്തിന് പ്രത്യക്ഷത്തിൽ എതിർപ്പുകളില്ലെങ്കിലും പാകിസ്ഥാനും ഇറ്റലിയും സ്പെയിനും അർജൻറ്റീനയും മെക്സിക്കോയും ദക്ഷിണ കൊറിയയും ചേർന്നൊരു കോഫി ക്ലബ്ബ് വലിയ തോതിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്ത്യ അംഗമാകുന്നതിനെ പാകിസ്ഥാനും ജർമ്മനിയെ ഇറ്റലിയും സ്പെയിനും എതിർക്കുമ്പോൾ അർജൻറ്റീനയും മെക്സിക്കോയും ബ്രസീലിനെയും ദക്ഷിണ കൊറിയ ജപ്പാനെയും എതിർക്കുന്നു. ഇറ്റലിയും സ്പെയിനും പറയുന്നത് യൂറോപ്യൻ യൂണിയനാണ് അംഗമാകേണ്ടത് എന്നാണ്.
ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രം. 1945 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. നിലവിൽ 193 അംഗരാജ്യങ്ങളുള്ള ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ചാർട്ടറിൽ അടങ്ങിയിരിക്കുന്ന ഉദ്ദേശങ്ങളും തത്വങ്ങളും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ലോകത്ത് ആകെയുള്ള 195 രാജ്യങ്ങളിൽ 193 എണ്ണവും UN-ൻ്റെ ഭാഗമാണ്. തൈവാനും കൊസോവയും ഉൾപ്പെടുത്തിയാൽ രാജ്യങ്ങളുടെ എണ്ണം 197 ആകും. വത്തിക്കാൻ സിറ്റിയും പാലസ്തീനും ഒബ്സർവർ സ്റ്റേറ്റുകളാണ്. 1945 51 അംഗരാജ്യങ്ങളുമായി തുടങ്ങിയ UN സുരക്ഷാ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം പൊതുസഭയുടെ തീരുമാനത്തിലൂടെയാണ് ഓരോ രാജ്യത്തിനും അംഗത്വം നൽകുന്നത്. സമാധാനം, നീതി, ബഹുമാനം, മനുഷ്യാവകാശങ്ങൾ, സഹിഷ്ണുത, ഐക്യദാർഢ്യം എന്നിവ പുലരുന്ന ഒരു ലോകം വരും തലമുറയ്ക്ക് നൽകുക എന്നതാണ് UN മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധമുണ്ടാകരുത് എന്ന കരുതലിലാണ് 1920 ലീഗ് ഓഫ് നേഷൻസ് ആരംഭിച്ചത്. 58 രാഷ്ട്രങ്ങളുടെ ഈ കൂട്ടായ്മയിൽ അമേരിക്ക പങ്കാളിയായിരുന്നില്ല. ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും പിന്മാറുകയും സോവിയറ്റ് യൂണിയനെ പുറത്താക്കുകയും ചെയ്തതോടെ ശിഥിലമായ ലീഗ് ഓഫ് നേഷൻസിന് രണ്ടാം ലോക മഹായുദ്ധം ഒഴിവാക്കാനും കഴിഞ്ഞില്ല. ഇത്തരത്തിൽ കാലഹരണപ്പെട്ട ലീഗ് ഓഫ് നേഷൻസിന് പകരമാണ് UN എന്ന ആശയം പിറന്നത്. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ പ്രകാരമാണിത് രൂപപ്പെട്ടത്. US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നാണ് ചാർട്ടറിന് രൂപം നൽകിയത്. സ്വയം നിർണായക അവകാശം, സാമ്പത്തിക സഹകരണം, ഭയത്തിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നുമുള്ള മോചനം എന്നീ ലക്ഷ്യത്തോടെ ഒരു യുദ്ധാനന്തര ലോകമുണ്ടാകണം എന്നതായിരുന്നു പ്രഖ്യാപനത്തിൻ്റെ സത്ത. 1942 ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്ന അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടാൻ 26 രാജ്യങ്ങൾ ചേർന്ന് പ്രതിജ്ഞയെടുത്തപ്പോൾ തന്നെ UN-ന് അനൗദ്യോഗിക തുടക്കമായി. 1944 ഡംബാർട്ടൺ ഓക്സിലും 1945 യാൾട്ടയിലും നടന്ന സമ്മേളനങ്ങളിൽ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും സോവിയറ്റ് യൂണിയനും റിപ്പബ്ലിക് ഓഫ് ചൈനയും ചേർന്നാണ് പൊതുസഭ, സുരക്ഷാ കൗൺസിൽ എന്നിവയുടെ ഘടന ഉൾപ്പെടെ UN-ൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്, UK പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, USSR പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ എന്നിവരായിരുന്നു നേതൃത്വം കൊടുത്തത്. US സ്റ്റേറ്റ് സെക്രട്ടറി കോർഡൻ ഹാളായിരുന്നു കോർഡിനേറ്റർ. അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്തിന് 1945 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും ലഭിച്ചിരുന്നു. സൈദ്ധാന്തികമായി ലോകസമാധാനവും ജനാധിപത്യവുമൊക്കെയാണ് UN മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. സഭയ്ക്ക് തുടക്കമിട്ട ഒരു കൂട്ടം നേതാക്കന്മാരുടെയും അവരുടെ രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി കെട്ടിയുയർത്തിയ ചീട്ടുകൊട്ടാരം പോലെയാണ് UN നിലനിൽക്കുന്നത്. എന്നിട്ടും അതിപ്പോഴും ഞാണിന്മേൽ കളിയിലൂടെ ആടിയും ഉലഞ്ഞും നിലനിൽക്കുന്നു എന്നത് അതിശയമാണ്. വാസ്തവത്തിൽ ലോകത്തിലെ ഉയർന്ന ചിന്താ പദ്ധതികളുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയ കുറേ ബുദ്ധിജീവികളും വിവിധ രാജ്യങ്ങളുടെ താൽപ്പര്യ സംരക്ഷകരും സുഖമായി വാഴുന്ന ഒരു വലിയ സാമ്രാജ്യം എന്നതിനപ്പുറം ഇന്നത്തെ ലോകത്ത് UN-ന് പ്രസക്തി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിന് അനുഗുണമാകും വിധം അതിൻ്റെ അലകും പിടിയും മാറ്റിയാൽ മാത്രമേ UN-ന് ലോക സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു പ്രസ്ഥാനമായി തുടരാൻ കഴിയൂ. അപ്പോൾ മാത്രമേ ലോകരാഷ്ട്രങ്ങൾക്ക് ഒത്തുചേരാനും പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും
പൊതുവായ പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ഇടമായി പ്രസ്ഥാനത്തെ മാറ്റാൻ കഴിയും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനൊപ്പം നീങ്ങാൻ UN കഴിയുന്നില്ല എന്നത് നിഷേധിക്കാൻ കഴിയില്ല. 20-ാം നൂറ്റാണ്ടിലെ ലോകമല്ല 21-ാം നൂറ്റാണ്ടിലേത് എന്ന് മനസ്സിലാക്കി മാറാൻ UN മടിക്കുന്നു. എങ്കിലും ലോകരാജ്യങ്ങളെല്ലാം ഒത്തുചേരുന്നതും പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതും ഇവിടെയാണ് എന്ന സത്യവും മറക്കാൻ കഴിയില്ല. മുഴുവൻ മനുഷ്യരാശിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ആഭ്യന്തര കലഹങ്ങൾ ഇല്ലാതാക്കാനോ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇടനിലനിൽക്കാനോ ഉള്ള അധികാരമോ ശേഷിയോ UN-നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. രണ്ടാം ലോക മഹായുദ്ധം തകർത്തെറിഞ്ഞ ലോകത്തെ പുനരുജ്ജീവിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് തടയിടാനും UN-ൻ്റെ സാന്നിധ്യം ഉപകരിച്ചെങ്കിലും ശക്തമായ അധികാര കേന്ദ്രങ്ങളും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വച്ചുപുലർത്തുന്ന വലിയ രാജ്യങ്ങളും ഇതിനെ ദുർബലപ്പെടുത്തുന്നത് സ്ഥാപനം ക്ഷയിക്കുന്നതിൻ്റെ സൂചകമാണ്. UN സെക്രട്ടറി ജനറൽ. UN-ൻ്റെ സെക്രട്ടറി ജനറലാണ് അതിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഇപ്പോൾ പോർച്ചുഗീസുകാരനായ അന്റോണിയോ ഗുട്ടറസ് ആണ് സെക്രട്ടറി ജനറൽ. സംഘടനയുടെ ആദർശങ്ങളുടെ പ്രതീകവും ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രത്യേകിച്ച് ദരിദ്രരുടെയും ദുർബലരുടെയും വക്താവുമാണ് സെക്രട്ടറി ജനറൽ. സുരക്ഷാ കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം ജനറൽ അസംബ്ലിയാണ് 5 വർഷ കാലാവധിയിൽ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. 9ാമത് സെക്രട്ടറി ജനറലായ ഗുട്ടറസിന് കോവിഡ് മഹാമാരിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ UN കോർഡിനേഷൻ ഫലപ്രദമാക്കാനായി 2ാമത് ഒരു ടേം കൂടി അനുവദിച്ച് നൽകിയിരുന്നു. അത് 2026 അവസാനിക്കുകയാണ്. പൊതുവേ അമേരിക്കയുടെ താൽപ്പര്യത്തിലുള്ളവരാണ് സെക്രട്ടറി ജനറൽ ആകാറുള്ളത്. എന്നാൽ ട്രംപിന് UN-ലുള്ള താൽപ്പര്യക്കുറവ് കാരണം പുതിയ സെക്രട്ടറി ജനറൽ ആരാകും എന്നതും ഒരു ബമ്പർ ചോദ്യമാണ്. ആര് വന്നാലും സുരക്ഷാ കൗൺസിലിലെ പ്രബല രാജ്യങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ഭരിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. പരിമിതമായ അധികാരങ്ങളെ സെക്രട്ടറി ജനറലിന് അനുവദിച്ചിട്ടുള്ളൂ. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഗുട്ടറസ് സമദൂര നയമല്ല സ്വീകരിക്കുന്നത് എന്ന് US വിശ്വസിക്കുന്നു. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ജൂതരാജ്യം തകർക്കണം എന്ന സന്ദേശമുള്ള പെയിൻറ്റിംഗ് എക്സിബിഷൻ നടന്നത് ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നു. എവിടെയും ധനം ഭരിക്കുന്നു എന്നത് UN-നും ബാധകമാണ്. ഏറ്റവും അധികം ഫണ്ട് UN-ന് നൽകുന്ന അമേരിക്കയും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും നേരിട്ടോ അല്ലാതെയോ UN-ൻ്റെയും സഹസ്ഥാപനങ്ങളുടെയും ഭരണത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തുന്ന കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ട്രംപിയൻ അമേരിക്ക ഇപ്പോൾ ഫണ്ടിങ് കുറച്ചുകൊണ്ടുവരികയാണ്. ആ ഇടത്തേക്ക് കടന്നു കയറുന്ന ചൈന UN-ൽ പിടിമുറുക്കുന്നതോടെ എന്താകും UN-ൻ്റെ ഭാവി എന്നത് ലോകം ഉത്കണ്ഠയോടെ ചർച്ച ചെയ്യുന്ന സമയമാണിത്. ചാർട്ടറിലെ പ്രധാന ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 2-4 പ്രകാരം ഒരംഗം മറ്റൊരംഗത്തിൻ്റെ അതിർത്തിയിൽ കടന്നു കയറുകയോ ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ ചെയ്യാൻ പാടില്ല. നിയമം ഇങ്ങനെയായിരിക്കെ പല രാജ്യങ്ങളും ഇത് മുഖവിലേക്കെടുക്കാറില്ല. ആർട്ടിക്കിൾ 50 പ്രകാരം ഒരു രാജ്യത്തിന് നേരെ സായുധാക്രമണമുണ്ടായാൽ പ്രതിരോധത്തിന് അവകാശമുണ്ട്. അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുന്നതിന് ബലപ്രയോഗവും ഉപരോധങ്ങളും ഉപയോഗിക്കാനുള്ള നിയമപരമായ അധികാരവും സുരക്ഷാ കൗൺസിലിനുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ദേശീയ പരമാധികാരത്തെ അതിൻ്റെ സമ്മതമില്ലാതെ മറികടക്കാൻ അനുവദിക്കുന്ന ഏക ഭാഗം ഇതാണ്. ആർട്ടിക്കിൾ 39 പ്രകാരമാണ് സമാധാനത്തിന് ഒരു ഭീഷണിയോ സമാധാന ലംഘനമോ ആക്രമണാത്മക പ്രവൃത്തിയോ ഉണ്ടെന്ന് സുരക്ഷാ കൗൺസിൽ നിർണ്ണയിക്കുന്നു. ആർട്ടിക്കിൾ 40 പ്രകാരം നടപടിയെടുക്കും മുന്നേ സ്ഥിതി കൂടുതൽ വഷളാകാതിരിക്കാൻ വെടിനിർത്തൽ പോലുള്ള താൽക്കാലിക നടപടികൾ ആവശ്യപ്പെടും. ആർട്ടിക്കിൾ 41 പ്രകാരം സായുധ സേനയുടെ ഉപയോഗം ഉൾപ്പെടാത്ത നടപടികൾക്ക് കൗൺസിലിന് ഉത്തരവിടാം.
സാമ്പത്തിക ഉപരോധം, ആയുധ ഉപരോധം, യാത്രാ ഉപരോധം, നയതന്ത്ര ബന്ധം വിച്ഛേദിക്കൽ എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 42 പ്രകാരം ആവശ്യമായേക്കാവുന്ന വായു, കടൽ, കരമാർഗ സൈനിക ഇടപെടലിനും അധികാരമുണ്ട്. സ്വന്തമായി സേനയില്ലാത്തതിനാൽ അംഗരാജ്യങ്ങൾക്ക് ഇടപെടാനുള്ള അധികാരം നൽകുന്ന പ്രമേയം പാസാക്കുകയാണ് ചെയ്യുക. 1950 കൊറിയൻ യുദ്ധത്തിലും 1991 ഗൾഫ് യുദ്ധത്തിൽ ഇറാഖിനെതിരെയും ഇത് പ്രയോഗിച്ചു. ഇറാനെതിരെയും വടക്കൻ കൊറിയയ്ക്കെതിരെയും വർണ്ണവിവേചനം നടത്തുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സാങ്ഷനുകളുണ്ടായി. UN ദുർബലർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നും ശക്തന്മാർക്ക് നേരെ ജാഗ്രതായതോ തളർന്ന മട്ടിലുള്ളതോ ആയ സമീപനമാകും എടുക്കുക എന്ന ആരോപണവും നിലനിൽക്കുന്നു. ആർട്ടിക്കിൾ 51 പ്രകാരം സ്വയം പ്രതിരോധത്തിന് യുദ്ധമാകാം, എന്നാൽ നടപടിക്ക് ശേഷം UN സാഹചര്യം വിശദീകരിക്കണമെന്ന് മാത്രം. പൊതുനിലപാട് ഇങ്ങനെയാണെങ്കിലും വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുകയോ ആക്രമണത്തിന് പിന്തുണ നൽകുകയോ ചെയ്യുന്നത് കാണാം. ഇത് പലപ്പോഴും UN സ്തംഭനാവസ്ഥയിലാക്കും. ഐക്യരാഷ്ട്ര സംഘടനയെ സംബന്ധിച്ച 2ാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് UN സഹസ്ഥാപനങ്ങളുടെ ഭാവി, ട്രംപിൻ്റെ സമാധാന സേനയും UN ഭാവിയും എന്നീ വിഷയങ്ങളാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ജയ് ഹിന്ദ്.